സ്റ്റുഡൻസ് ഇഷ്യൂ പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് +2 ഇംഗ്ലീഷിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഡിസ്കഷനാണ് നോക്കുന്നത്. ഇംഗ്ലീഷിൽ നിന്ന് പൊതുവേ നമുക്കൊരു പോയിൻ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ ഒരു ക്ലാസ്സിൽ. ഓക്കെ, അതിന് മുൻപായിട്ട് നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കാം. അതൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ഫൈനൽ എക്സാമിന് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്ന് ഒരു ധാരണ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് നോളജ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ആപ്ലിക്കേഷൻ. നമുക്ക് ഈ ഒരു ഇംഗ്ലീഷ് പഠിക്കുന്നതോടെ 30% നോളേജ് കിട്ടുന്നുണ്ട്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വരുന്നത് 35%. ഇനി അത് അപ്ലൈ ചെയ്യുന്നത് 35%. അപ്പോൾ ടോട്ടൽ 100% ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടോട്ടൽ മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 മാർക്കിലാണ്. അതിൽ 3 മണിക്കൂറാണ് എക്സാം അവർ ഉണ്ടാവുന്നത്. ഇനി ഇതിൽ നിങ്ങളുടെ മാർക്കിംഗ് സ്കീമൊക്കെയാണ്, അത് നിങ്ങൾ കൂടുതലായിട്ട് നോക്കണമെന്നില്ല. അത് നമുക്ക് ക്വസ്റ്റ്യൻ സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി ഇതിൽ നിന്ന് നിങ്ങൾ നോക്കൂ, നമുക്ക് ഓരോ സെക്ഷൻ വൈസ് ആയിട്ടാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. അതിൽ നിങ്ങൾ 39 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോട്ടൽ 39 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് പാർട്ട് എ പാർട്ട് ബി എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് സെക്ഷനിലൊക്കെ നമ്മളോട് ചോദിക്കുന്നത് പോയട്രിയും പ്രോസും ആണ്. അതായത് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ. നമ്മൾ എന്താണോ പഠിച്ചിരിക്കുന്നത്, ഇംഗ്ലീഷിൽ നിങ്ങൾ കഥ പഠിച്ചിട്ടുണ്ട്, കവിത പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം അതിനെക്കുറിച്ച് ആ ഒരു നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എത്ര മാർക്ക് നേടാം? 25 മാർക്ക് ടോട്ടൽ നേടാം. ഇനി നെക്സ്റ്റ് വരുന്നത് കോംപ്രഹെൻഷൻ ആൻഡ് വോക്കാബുലറി ആണ്. അത് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ്. പുറമേ നിന്ന് ക്വസ്റ്റ്യൻ വരും. പുറമേ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്? ഒരു പാസേജ് തരും. പാസേജിൽ പരാമർശിച്ചിരിക്കുന്ന കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്താണ് അതിൻ്റെ ആൻസർ ചെയ്യുക. അതാണ് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് കൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. അതിന് എത്ര മാർക്കാണ് വരുന്നത്? 25 മാർക്ക്. അപ്പോൾ ഓർക്കുക, ഇത് പാർട്ട് എ എന്നും പാർട്ട് ബി എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹോൾ ടോട്ടൽ നിന്നാണ് ഈ ഒരു ഇതിൽ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻസ്. പിന്നെ ഇനി വരുന്നത് ഗ്രാമർ സെഷനാണ്. ഇപ്പോൾ +2ൻ്റെ കേസിൽ ഗ്രാമർ സെഷന് 50 മാർക്സിന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഗ്രാമറിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. കൂടുതലായിട്ട് നിങ്ങളെ ഗ്രാമറിൻ്റെ അവിടെ ചിലവഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എക്സാമിന് വേണ്ട ചില കാര്യങ്ങൾ മാത്രം പഠിച്ചു പോവാം. അല്ലെങ്കിൽ അത് ബിറ്റ് കൺഫ്യൂസ്ഡ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി റൈറ്റിംഗ് സ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഇമെയിൽസ് സമ്മറി ഉണ്ടാക്കുക, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഈ ഒരു റൈറ്റിംഗ് സ്കില്ലിൽ മെയിൻ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അത് എത്ര മാർക്കിനാണ് വരുന്നത്? 20 മാർക്കിന് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞുതരും. എങ്ങനെയാണ് ലെറ്റർ എഴുതേണ്ടത്, എങ്ങനെയാണ് ഇമെയിൽ എഴുതേണ്ടത്, എങ്ങനെയാണ് സമ്മറി ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് പറഞ്ഞുതരും. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു കാര്യം അതിൻ്റെ സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ കണ്ടൻറ്റ് ഫൈനൽ എക്സാമിന് ചോദിക്കുന്നത് അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് വരുന്നത് ഓപ്ഷണൽ മൊഡ്യൂൾസ് ആണ്. ഓപ്ഷണൽ മൊഡ്യൂൾസ് നമുക്ക് 2 എണ്ണം ഉണ്ട്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു എക്സാമിനെ കുറിച്ച് അറിയേണ്ടത്. ഇനി ഞാൻ പറഞ്ഞു 39 ക്വസ്റ്റ്യൻസ് ആണുള്ളതെന്ന്. 39 ക്വസ്റ്റ്യൻസിനെ പാർട്ട് എയും ബിയും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സെക്ഷൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി. അതേപോലെ തന്നെ പാർട്ട് ബിയിലും ഇതേ സെക്ഷൻസ് ഉണ്ട്. അപ്പം ഹോൾ ടോട്ടലാണ് കേട്ടോ 39 ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് ഈ ഒരു പാർട്ട് എയിൽ 1 മുതൽ ഒരു 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ എ എന്ന് ചോദിച്ചെങ്കിൽ 6 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ്? ബി എന്നായിരിക്കും ചോദിക്കുന്നത്. 11 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻ സി എന്നും 16 മുതൽ 17 വരെയുള്ള ക്വസ്റ്റ്യൻ ഡി എന്നായിരിക്കും. പിന്നെ ഇവിടുന്ന് ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് ബിയിലെ സെക്ഷൻ എ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്പറിങ് വരുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾ കൺഫ്യൂസ് ആവുന്നില്ല. ഇനി പാർട്ട് എയിൽ സെക്ഷൻ എയിലും പാർട്ട് ബിയിലെ സെക്ഷൻ എയിലും കൂടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിലുള്ള പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ്.
ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുന്ന് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കണം. ഇതാണ് മെയിനായിട്ട് എയിം ചെയ്യേണ്ടത്. കാരണം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ, നമ്മൾ പഠിച്ച കഥയിലെയും കവിതയിലെയും കാര്യങ്ങളാണ്. അപ്പോൾ അതിന്ന് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്തിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കണം. പിന്നെ എന്താ നെക്സ്റ്റ് വരുന്നത്? പിന്നെ വരുന്നത് നിങ്ങൾക്ക് നോൺ പ്രിസ്ക്രൈബ്ഡ് അല്ലേ, പുറത്ത് നിന്ന് ഒരു പാസേജ് തന്നിട്ട് അതിലുള്ള കണ്ടൻറ് എഴുതാൻ വേണ്ടി. അപ്പോൾ അത് 2 or 3 ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു നല്ല രീതി എന്ന് വെച്ചാൽ 2 or 3 തവണ ആ ഒരു പാസേജ് വായിക്കുക. താഴെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അധികവും ആ പാസേജിൽ നിന്ന് നമുക്ക് എന്താണ് ആൻസർ എഴുതിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അതായത് ഏതെങ്കിലും 2 or 3 വേർഡ്സ് മാത്രം മാറ്റിയിട്ട് ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ എന്താ നമുക്ക് ആ ഒരു പാസേജ് വായിച്ചു കഴിഞ്ഞാൽ അത് എഴുതി കൊടുക്കാനുള്ള പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി പിന്നെ അത് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റാണ് വരുന്നത്, പ്രിസ്ക്രൈബ്ഡ്. ഇനി സെക്ഷൻ സി എന്ന് ചോദിക്കുന്നത് പാർട്ട് എയിലായാലും പാർട്ട് ബിയിലായാലും എന്താ ചോദിക്കുന്നത്? ദാറ്റ് ഈസ് ഗ്രാമറാണ് കേട്ടോ. ഗ്രാമറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു കാര്യം എന്താണ്, കുറച്ച് ഗ്രാമേഴ്സ് നമുക്ക് പഠിക്കാം. മോർ ഡീപ്ലി പോകേണ്ട ആവശ്യമില്ല. അത് എക്സാമിന് എന്താണോ വേണ്ടത് അത് മാത്രം പഠിച്ചു പോകാം. ഇനി ഡി റൈറ്റിംഗ് സ്കില്ലാണ്. റൈറ്റിംഗ് സ്കില്ലിൽ നിങ്ങൾക്ക് പറഞ്ഞതുപോലെ ഫങ്ഷണൽ റൈറ്റിംഗ് അതിൻ്റെ കാര്യങ്ങൾ ലെറ്റർ, ഇമെയിൽ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഫോർമാറ്റ് പറഞ്ഞിരുന്നതായിരിക്കും. പിന്നെ ഒരു സെക്ഷനും കൂടെ ഉണ്ട് കേട്ടോ, ഈ സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ സെക്ഷൻ എന്നാണ് നമ്മുടെ ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിൽ ഓപ്ഷണൽ മൊഡ്യൂളിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കാം. ഇത്രയൊക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ എന്താണ് ഇംഗ്ലീഷിൻ്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ നിങ്ങൾക്ക്. ഇനി സാമ്പിൾ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ 100 മാർക്കാണ് വരുന്നത്. അതിൽ 3 hours എക്സാം വരും. 39 ക്വസ്റ്റ്യൻസ് ആണ് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്നതൊക്കെ ഓരോന്ന് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് ഈസ് 1 മാർക്ക് ഈച്ച് 1 to 9 വരെയുള്ള MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യനിലൂടെ പരിചയപ്പെടാം എങ്ങനെയാണ് അതിൻ്റെ മാർക്കിംഗ് സ്കീമൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പാർട്ട് എയിൽ ABCD എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ പാർട്ട് ബിയിലും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വലിയ ഡ്യൂറേഷനിലേക്ക് പോകുന്നില്ല. പാർട്ട് എയിലുള്ള 4 സെക്ഷനും നോക്കും. എ നോക്കും, ബി നോക്കും, സെക്ഷൻ സി നോക്കും, സെക്ഷൻ ഡി. അപ്പോൾ ഈ ഒരു പാർട്ട് എയിലുള്ള സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പാർട്ട് ബിയിലുള്ള സെക്ഷന് അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു പേപ്പർ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. എന്നിട്ട് പാർട്ട് ബിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം തന്നെ വർക്കൗട്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ തന്നെ ആൻസേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് സെക്ഷൻ എ എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്? പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ്. ഓൾറെഡി നമ്മൾ പഠിച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ സെക്ഷൻ എയിൽ. അപ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടുന്ന് പോയിന്റ്സ് നഷ്ടപ്പെടുത്തരുത്. തീർച്ചയായിട്ടും അത് ഗ്യാദർ ചെയ്യാൻ നോക്കാം. ചൂസ് ദി കറക്റ്റ് ഓൾട്ടർനേറ്റീവ്സ്. എന്താ പറയുന്നത്? ഇതിൽ നിന്ന് ശരിയായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊന്ന് നോക്കുമ്പം നിങ്ങൾ നോക്കാം. ഫസ്റ്റ്, ഹൂ ഈസ് ദി പോയറ്റ് ഓഫ് ദി പോയം വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ? വേർ ദി മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന കവിതയുടെ പോയറ്റ്, കവി ആരാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതാണ് ഹൂ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ആരാണ് ഈസ് ദ പോയറ്റ് ഓഫ് ദ പോയം? ഏത് കവിയാണ് നമ്മുടെ ഈ ഒരു കവിതയിലെ? ഏതാണ് കവിത വരുന്നത്? വേർ ദി മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. അപ്പം ഈ കവിതയിലെ കവി ആരാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ്. അതായത് 4ഓളം ഓപ്ഷൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഏതാണ് വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന കവിത പഠിച്ച ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും ഇത് ടിക്ക് ചെയ്യാൻ പറ്റും. ദറ്റ് ഈസ് രബീന്ദ്രനാഥ് ടാഗോർ ആണെന്ന്. ഓക്കെ അല്ലേ? അപ്പം ഈ ഒരു വേർ ദി മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്നത് ഏതിലുള്ളതാണ്? അദ്ദേഹത്തിൻ്റെ ഫേമസ് പോയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ളതുണ്ടല്ലോ ഗീതാഞ്ജലി, അതിലുള്ളൊരു ഫേമസ് പോയമാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇതെന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത് വെച്ചാൽ വിഷൻ ഓഫ് എ ഫ്രീ ആൻഡ് അൺലൈറ്റൻഡ് ഇന്ത്യ അല്ലേ? അത്രയ്ക്കും ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യപൂർണ്ണമായിട്ടുള്ള ഇന്ത്യയെക്കുറിച്ചിട്ട് പറയുന്നതാണ് വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്ന രബീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഈ ഒരു കവിത. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദി ഗ്രാൻഡ് മദർ ബെഗിങ് ഫോർ ഇൻ ദ പോയം മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്?
നെക്സ്റ്റ് ഏതെന്നാണ് നമ്മുടെ ടെക്സ്റ്റ് എന്നുള്ള പോയിം ചോദിക്കുന്നത്. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്ന പോയത്തിലുള്ള അച്ചമ്മ എന്തിനു വേണ്ടിയിട്ടാണ്, വാട്ട് ഈസ് ദ ഗ്രാൻഡ് മദർ ബെഗിങ് ഫോർ ഇൻ ദ പോയം അല്ലേ, അതിലുള്ള മുത്തശ്ശി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പോയത്തിൽ ബെഗ് ചെയ്യുന്നത്, യാചിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ഫുഡ്, വാംത്, ലവ്, റെസ്പെക്റ്റ്. അപ്പോൾ ഇതിൽ ഏതിനു വേണ്ടിയിട്ടാണ് മുത്തശ്ശി അവിടെ നിന്നിട്ട് യാചിക്കുന്നത്? ആ ഒരു കവിതയിൽ വെൽ എക്സ്പ്ലെയിൻഡ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് ഈസ് ദ ഓപ്ഷൻ സി ആണ്, ലവിന് വേണ്ടിയിട്ടാണ് അല്ലേ. ദാറ്റ് ഈസ് ഇൻ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ബൈ കമലാദാസ്. ആരാണ് എഴുതിയിട്ടുള്ളത്? ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് കമലാദാസ് ആണ് അല്ലേ. ഈ ഒരു കവിതയിൽ എന്താ പറയുന്നത്? ഇറ്റ്സ് എക്സ്പ്രസ് ഡീപ്പ് നൊസ്റ്റാൾജിയ അല്ലേ. ആ ഒരു ഡീപ്പ് നൊസ്റ്റാൾജിയ ആണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് ലോങ്ങിങ് ഫോർ ദ ലവ് ഷീ വോൺസ് റിസീവ്ഡ് അറ്റ് ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് അല്ലേ. ഒരു ടൈമിൽ അവരുടെ ഗ്രാൻഡ്മയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ലവ് അല്ലെങ്കിൽ ആ ഒരു നൊസ്റ്റാലജിക് ഫീലാണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന കവിതയിലൂടെ കമലാദാസ് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് കൈൻഡ് ഓഫ് നൈറ്റ് വാസ് ഇറ്റ് വെൻ ദ സ്കോർപിയൻ വിത്ത് ദി പോയിറ്റ്സ് മദർ? അപ്പം ഏത് തരത്തിലുള്ള രാത്രിയിലായിരുന്നു സ്കോർപിയൻ നമ്മുടെ പോയറ്റിൻ്റെ കവിയുടെ മദറിനെ കടിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ്. ബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ കടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഏത് പാഠഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്? നൈറ്റ് ഓഫ് ദി സ്കോർപിയൻ എന്ന കവിതയിൽ നിന്നിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം അതിൽ ആ ഒരു കവിതയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇറ്റ് വാസ് എ റെയിനി ഡാർക്ക് നൈറ്റ് അല്ലേ. അതൊരു റെയിനി ആയിട്ടുള്ള ഡാർക്ക് നൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏത് തരത്തിലുള്ള നൈറ്റിലാണെന്നാണ് ചോദിച്ചിട്ട്. ഈ ഒരു കവിയുടെ അമ്മയെ കുത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്കോർപിയൻ തേള്. അപ്പോൾ ഏതിലാണ് വെച്ചാൽ റെയിനി ഡാർക്ക് നൈറ്റ്, അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഡസ് ദി ഫ്രേസ് നാരോ ഡൊമസ്റ്റിക് വോൾസ് മീൻസ്? അപ്പോൾ എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്? നാരോ ഡൊമസ്റ്റിക് വോൾസ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ആ ഒരു കവിതയിൽ. നാരോ ഡൊമസ്റ്റിക് വോൾ എന്നുകൊണ്ട് അതിലെന്താണ് കൺവെൻഷൻ ചെയ്യുന്നത്? ദറ്റ് ഈസ് ആ ഒരു കവിതയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന പീപ്പിൾസ് അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി എന്താണ്? നാരോ മൈൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഗ്രാമവാസികളായിരുന്നു അല്ലേ. അവർ ദേ ബിലീവ് ഇൻ ദർ റിലീജിയസ് ആൻഡ് ഓൾസോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദിസ് ബിലീവ്സ് അല്ലേ. അവരുടെ ആ ഒരു ബിലീഫ്സിലാണ് കൂടുതലായിട്ട് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ദാറ്റ് റെഫേഴ്സ് ടു നാരോ ഡൊമസ്റ്റിക് വോൾസ്. അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. നിങ്ങളുടെ ഓൺ പോയിന്റിൽ അത് എഴുതി കൊടുത്താൽ മതി. ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ആൻസർ ചെയ്യാം. ആൻഡ് തേർഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഡസ് ദി പോയറ്റ് കോൾ ദി വുഡ് യെല്ലോ വുഡ് ഇൻ ദി റോഡ് നോട്ട് ടേക്കൺ? അപ്പോൾ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഈ ഒരു തേർഡ് ക്വസ്റ്റ്യൻ ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെ വരുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദി റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്നതാണ് അല്ലേ. ഈ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന ഒരു കവിത നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ തന്നെ. അപ്പോൾ ആ ഒരു പോയം നിന്നാണ് നമുക്ക് ഈ ഒരു എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ. അപ്പം ആ ഒരു ദ റോഡ് നോട്ട് ടേക്കൺ, രണ്ട് റോഡിനെ കുറിച്ച് പറയുന്ന ഒരു കവിതയായിരുന്നു അത്. അതിൽ ഈ ഒരു കവി സ്റ്റെക്ക് ആവുകയാണല്ലോ. ഇതിൽ ഏത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് പാത്തിൽ എത്താൻ പറ്റും, കറക്റ്റ് എൻ്റെ ലൈഫ് എവിടെ എത്താൻ പറ്റും എന്നുള്ള രീതിയിലൊരു ചിന്തിച്ച് നിൽക്കുന്ന ഒരു കവിതയായിരുന്നു അത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പാർട്ടിൽ തന്നെ സ്റ്റാൻസയിൽ തന്നെ പറയുന്നുണ്ട് യെല്ലോ വുഡ് എന്ന്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനും അത് തന്നെയാണ്. പോയറ്റ് യെല്ലോ വുഡ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് എന്നാണ്. അപ്പോൾ ആ ഒരു എക്സ്പ്ലനേഷനിൽ കവിത പറയുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് യെല്ലോ വുഡ് കൊണ്ട് കവി ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ അത് നമ്മൾ അവിടെ ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതെന്താണ് നമുക്കിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കത് എങ്ങനെ ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലായോ?
അപ്പോൾ എങ്ങനെയാണ് ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് ഇവിടെ കവി യെല്ലോ വുഡ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? ദാറ്റ് ഈസ് ഇറ്റ് സിംബലൈസ് ദി ഓട്ടം സീസൺ ആൻഡ് ചോയ്സസ് ഇൻ ലൈഫ് അല്ലേ? നിങ്ങൾ യെല്ലോ വുഡിൻ്റെ കറക്റ്റായിട്ടുള്ള മീനിങ് വരുന്നത് ഓട്ടം സീസണിൽ അല്ലേ? ഓട്ടം സീസണിനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു യെല്ലോ വുഡ് കൊണ്ട് കവി പറയുന്നത്. കൂടാതെ രണ്ടാമതൊരു അർത്ഥം വരുന്നത് എന്താണ്? ചോയ്സസ് ഇൻ ലൈഫ് അല്ലേ? നമ്മൾ ഏത് തരത്തിലുള്ള ലൈഫ് ചൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു യെല്ലോ വുഡിൻ്റെ മറ്റൊരു വ്യാഖ്യാനം കൂടെ വരുന്നത്. അപ്പോൾ എത്ര ഇതാ ഒന്നും കൂടെ പറയാം. ഇറ്റ് സിംബലൈസസ് ദി ഓട്ടം സീസൺ ആൻഡ് ചോയ്സസ് ഇൻ ലൈഫ്. ഓക്കെ, ഇനി തേർഡ് നമുക്കൊരു പാരഗ്രാഫ് വായിക്കാം. ഈ പാരഗ്രാഫ് വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. Education as commonly understood by people means acquiring certain knowledge and skills in order to earn their living. അപ്പോൾ എന്താണ് എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് മനുഷ്യർ മനസ്സിലാക്കിയെടുത്തിരിക്കുന്നത്? എഡ്യൂക്കേഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അത് ഒരു തരത്തിലുള്ള നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടാതെ അത് വെച്ചിട്ട് അതിലൂടെ നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ലിവിങ് കണ്ടീഷൻ ഉയർത്താൻ വേണ്ടിയിട്ടുമാണ്. ബട്ട് ദാറ്റ് ഈസ് ഓൺലി വൺ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ. പക്ഷേ എന്നിരുന്നാൽ അതെന്താണ്? അത് ഒരു തരത്തിലുള്ള ചിന്ത, ഒരു തരത്തിലുള്ള കാര്യം മാത്രമേ ആ ഒരു എഡ്യൂക്കേഷനിലൂടെ നമുക്ക് നേടിത്തരുന്നുള്ളൂ. യു മേ ആസ്ക് വൈ. നിങ്ങൾ ചോദിക്കാം അല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണമെന്ന്. ദിസ് ഈസ് ബിക്കോസ് ഹ്യൂമൻസ് ആർ മച്ച് മോർ ദാൻ ജസ്റ്റ് വേജ് ഏണിംഗ് മെഷീൻസ്. എന്താണ് എപ്പോഴും ഒരു വേജ് ഏണിംഗ് മെഷീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവേതനം എന്താണ് ഏൺ ചെയ്യുന്ന മെഷീൻസ്, ലൈക്ക് ദിവസക്കൂലിക്കാരേക്കാൾ അല്ലെങ്കിൽ നമ്മളെപ്പോഴും എന്തെങ്കിലും പണിയെടുത്ത് നമ്മൾ ജീവിക്കുന്നതിലൂടെയാണ് നമ്മളിപ്പം പോകുന്നത് അല്ലേ? അതിലും കൂടുതൽ എന്തോ ചെയ്യാനുള്ളതാണ് നമ്മൾ ആരാണ് ഈ ഒരു മനുഷ്യന്മാരെന്ന് പറയുന്നത്. ദിസ് ഈസ് ബിക്കോസ് ഹ്യൂമൻസ് ആർ മച്ച് മോർ ദാൻ ജസ്റ്റ് വേജ് ഏണിംഗ് മെഷീൻസ്. They are endowed with emotions and feelings which enrich their life. അല്ലേ? അത് കൂടാതെ ഇവർക്ക് എന്താണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ ഇമോഷൻസ്. ഇപ്പം ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്. എന്താണ് ഇമോഷൻസ് കുറച്ച് രീതിയിൽ നമ്മുടെ മനുഷ്യൻ്റെ അത്രത്തോളം ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് മനുഷ്യരോട് തുല്യത അവർ വരാത്തത്. അപ്പോൾ ഇതിന് ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്, ലേക്ക് വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ മനുഷ്യന് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഇമോഷൻസും ഫീലിങ്സാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ബെറ്റർ കണ്ടീഷനിലേക്ക് എത്തിക്കുന്നത്. These emotions and feelings need to be developed so that they can develop into social beings, able to interact with fellow beings who are also members of that society of which they are a part. അപ്പോൾ ഈ ഒരു ഇമോഷൻസും ഫീലിങ്സും എന്താണ് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ദാറ്റ് ദേ ക്യാൻ ഡെവലപ്പ് ഇൻ ടു സോഷ്യൽ ബീയിങ്സ്. അല്ലേ? നമ്മളൊരു സാമൂഹ്യ ജീവിയായിരിക്കുന്നതിനെ കൊണ്ട് തന്നെ ഇമോഷൻസും ഫീലിങ്സും, നമ്മുടെ ഇമോഷൻസും ഫീലിങ്സും ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടെ തന്നെ ബാക്കിയുള്ള ഫെല്ലോ ബീയിങ്സിൻ്റെതും അവരോട് നമ്മളെന്ത് ഇൻട്രാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് അവരും നമ്മുടെ ഈ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും പരിഗണിക്കേണ്ടതായിട്ടെന്നാണ് പറയുന്നത്. ഇനി ഇത്രയും പാസേജ് നമ്മൾ വായിച്ചു. ആൻഡ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ്, അക്കോർഡിംഗ് ടു ദി പാസേജ്, എഡ്യൂക്കേഷൻ ഈസ് ഓൺലി ടു ഗെയിൻ നോളേജ് ആൻഡ് സ്കിൽസ്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു പാസേജിൽ പറഞ്ഞത് വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അക്കോർഡിംഗ് ടു ദി പാസേജ്. പാസേജിൽ പറഞ്ഞതിന് പ്രകാരം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ടു ഗെയിൻ നോളേജ് ആൻഡ് സ്കിൽസ്. എന്താണ്? നമുക്ക് നോളേജും സ്കില്ലും മാത്രം തരുന്ന ഒരു സംഭവം എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ആണോ? അങ്ങനെ എന്തെങ്കിലും ഈ ഒരു പാസേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇതിനു വേണ്ടി മാത്രമാണെന്ന്, എഡ്യൂക്കേഷന് വേണ്ടി മാത്രമാണെന്ന്? ഇല്ല അല്ലേ? ഇറ്റ്സ് സംതിങ് മോർ. ബട്ട് ദാറ്റ് ഈസ് ഓൺലി വൺ പേർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലേ? ഒരേ ഒരു പേർപ്പസാണ് എഡ്യൂക്കേഷൻ്റെ, ഒരേ ഒരു പേർപ്പസാണ് എന്താണ്? നോളജ് ഗെയിൻ ചെയ്യുന്നതും സ്കില്ലും ഗെയിൻ ചെയ്യുന്നതും ഒക്കെ. പക്ഷേ മറ്റൊരു കാര്യം കൂടി ഉണ്ട് അല്ലേ? അതെന്താണ്?
മറ്റുള്ളവരെ കൂടെ പരിഗണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് എഴുതാം? ഇതിൻ്റെ എക്സ്പ്ലനേഷനൊന്നും നിങ്ങൾ കൊടുക്കണ്ട, ഫോൾസ് എന്ന് മാത്രം എഴുതിയാൽ മതി. ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ എങ്ങനെ പറയുന്നത്? ഈ ഒരു പാസേജ് സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് അക്വയറിങ് സ്കിൽസ് ബട്ട് ഓൾസോ അബൌട്ട് ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് അല്ലേ? അതൊരു ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റും കൂടെ അത് വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവർ പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ ഫോൾസ് എന്നാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ പാസേജ് ബിലീവ്സ് ദാറ്റ് ഇമോഷൻ ആൻഡ് ഫീലിംഗ് ഷുഡ് ബി ഡെവലപ്ഡ്. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്നാണ്. അപ്പോൾ എന്താണ്? യെസ്, ഇറ്റ്സ് ട്രൂ അല്ലേ? പാസേജിൽ പറയുന്നില്ലേ ഇമോഷൻസും ഫീലിങ്സും അതെന്താ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് അല്ലേ? അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. This passage emphasizes that the emotions enrich life and should be nurtured for personal and social growth. അല്ലേ? നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടും സോഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ടും നമ്മൾ എന്താണ് നമ്മുടെ ഇമോഷൻസും അതിൻ്റെ ഫീലിങ്സൊക്കെ എൻറിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് നോക്കാം. വേജ് ഏണിംഗ് മെഷീൻ ആസ് റെഫറൻസ് ടു പീപ്പിൾ ഡിഫൈൻഡ് ബൈ ദെയർ സാലറീസ്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ എന്നാണ് നോക്കുന്നത്. വേജ് ഏണിംഗ് മെഷീൻസ്. അപ്പോൾ വേജ് ഏണിംഗ് മെഷീൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പീപ്പിൾസ് അല്ലെങ്കിൽ ജനങ്ങൾ നേടുന്ന അവരുടെ സാലറീനെയാണെന്നാണ്. അപ്പോൾ ഇത് ട്രൂ ആയിട്ടുള്ള കേസാണോ? ദറ്റ് ഈസ് ട്രൂ ആണ് അല്ലേ? ഇത് ട്രൂ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതിൽ പറയുന്നത്. സാലറീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ് ഈ ഒരു പാസേജിൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് വെച്ചിട്ട് the notion that education is solely for making money and argues for a broader. അപ്പം it's more meaningful purpose of the education. ഓക്കെ അല്ലേ? അപ്പോൾ വേജ് ഏണിംഗ് മെഷീൻ ആസ് റെഫറൻസ് ടു പീപ്പിൾ ഡിഫൈൻഡ് ബൈ ദർ സാലറീസ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദി കോളം ഇൻ റെഫറൻസ് ടു മൈ സൺ വിൽ നോട്ട് ബി എ ബെഗർ ബി. അപ്പോൾ എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്? മൈ സൺ വിൽ നോട്ട് എ ബെഗർ ബി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു മൈ സൺ വിൽ നോട്ട് ബി എ ബെഗർ ബി എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. കാണുന്ന രീതിയിൽ തന്നെ അത് പഠിച്ച ഒരാൾക്ക് തീർച്ചയായിട്ടും ഇത് എന്താണ് മാച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ദ മദറിൻ്റെ സെക്കൻഡ് കോളമായിട്ട് ഏതാണ് വേണ്ടേ? സോറി, ട്രൈ ഓൾ ദി ടൈം അല്ലേ? ദ മദർ എപ്പോഴും മകൻ്റെ ആ ഒരു ഇതിനെക്കുറിച്ച് ഓർത്തിട്ട് എപ്പോഴും കരയാറുണ്ട്. ക്രൈ ഓൾ ദി ടൈം. ഇനി സിസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നത്? സിസ്റ്റേഴ്സ് ട്രീറ്റഡ് ഹിം ലൈക്ക് എ ഡെലിക്കേറ്റ് ഡോൾ അല്ലേ? അവനെ ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള അത്രയും പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പാവ കണക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അവരെ സിസ്റ്റേഴ്സ് അല്ലേ? ഇനി ഫാദർ എന്താ ചെയ്യുന്നത്? ഫാദർ ചെയ്യുന്നത് ഹാഡ് എ ലിറ്റിൽ ഹോപ്പ് ദാറ്റ് ഹി വുഡ് സീ അഗെയിൻ. അപ്പോൾ അച്ഛൻ്റെ ഒരു ഹോപ്പ് അച്ഛൻ വിചാരിക്കുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും അവന് കാണാൻ പറ്റിയെന്ന്. അതാണ് അച്ഛൻ ചെയ്യുന്നത് ആ ഒരു ഇതിൽ. ഇനി സെർവൻസ് ആ കുട്ടീനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തോട്ട് ഹി വാസ് എവിൽ ഓർ ഹാംഫുൾ അല്ലേ? അവൻ എന്താണ് ഒന്നെങ്കിൽ ഒരു ഷെയ്ത്താനാവുക അല്ലെങ്കിൽ ഹാംഫുൾ, അവർക്ക് അപകടകരമാവുന്ന രീതിയിലേക്ക് മാറാമെന്ന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ആ ഒരു ചാപ്റ്ററിൽ തന്നെ ഈ സെയിം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതോടെ നമ്മുടെ ചാപ്റ്റേഴ്സ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ ഈ ഒരു സെക്ഷനിൽ കഴിഞ്ഞു, പാർട്ട് എയിൽ. ഇനി പാർട്ട് ബിയിലായിരിക്കും ഇതിൻ്റെ ബാക്കി വരുന്ന റിമൈനിങ് ക്വസ്റ്റ്യൻസ്. ചൂസ് ദി കറക്റ്റ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വാട്ട് വേർഡ്സ് ഓഫ് ഓൺ പ്രമീള ഹേർട്സ് ആരാധന ദ മോസ്റ്റ്? ആൻറ്റി പ്രമീളയുടെ വാക്കുകൾ, ഏത് വാക്കുകളാണ് ആരാധനയെ ഏറ്റവും കൂടുതൽ ആയിട്ട് ഹേർട്ട് ചെയ്തതെന്നാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് അതിൽ ഏതിലാണ് ഹേർട്ട് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രം മതി. ദാറ്റ് ഷീ ആസ് എ ബേബി വാസ് സ്കിന്നി ആൻഡ് ഡാർക്ക്. ആൻഡ് സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരുന്നത്? ദാറ്റ് ആരാധന വാസ് ആൻ അഡോപ്റ്റഡ് ചൈൽഡ്. സി വരുന്നത് ദാറ്റ് സുനിത ഹെർ സിസ്റ്റർ ഹാഡ് മെയ്ഡ് എ മിസ്റ്റേക്ക്.
ഡി വരുന്നത് ദാറ്റ് സുനിത ഷുഡ് ഹാവ് ടോൾഡ് ആരാധന ദ ട്രൂത്ത്. അപ്പോൾ ഇതിൽ ആരാധനയെ ആൻറ്റി പ്രമീളയുടെ വാക്കുകൾ എത്രത്തോളം ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്കുകൾ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ബേബി ആയിരിക്കും ആരാധന സ്കിന്നി, അല്ലെങ്കിൽ അത്രയ്ക്കും മെലിഞ്ഞവളും കറുത്തിരുണ്ടവളും ആണെന്നാണ് ഫസ്റ്റ് പറയുന്നത്. സെക്കൻഡ് എന്താ പറയുന്നത്, ആരാധന വാസന അഡോപ്റ്റഡ് ചൈൽഡ് അല്ലേ, ദത്തെടുത്ത മകളാണെന്നാണ് സെക്കൻഡ് പറയുന്നത്. ഇനി തേർഡ് പറയുന്നത് സുനിത അല്ലേ, അവരുടെ സിസ്റ്ററായിട്ടുള്ള സുനിത ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡി വരുന്നത് സുനിത ഷുഡ് ഹാവ് ടോൾഡ് ആരാധന ദ ട്രൂത്ത്. ആ ഒരു സുനിത ആരാധനയോട് ട്രൂത്ത് പറഞ്ഞിട്ടുണ്ട്, അതാണ് നാലാമത്തെ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ആൻറ്റി പ്രമീള പറഞ്ഞതിൽ ആരാധനയെ ഹേർട്ട് ചെയ്തിരുന്നതെന്നാണ്. അപ്പോൾ ഇതിലേതാണ്, നിങ്ങൾക്കൊരു കൺഫ്യൂസ്ഡ് ആവാം ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്ന്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആണ് കേട്ടോ, ആൻറ്റി പ്രമീള ഫസ്റ്റ് പറഞ്ഞ ആ ഒരു വാക്കുകളാണ് ആരാധനയെ അത്രയധികം വേദനിപ്പിച്ചിട്ടുള്ളത്. ദാറ്റ് ഷീ ആസ് എ ബേബി വാസ് സ്കിന്നി ആൻഡ് ഡാർക്ക് അല്ലേ, ബേബി ആയിരിക്കുമ്പോഴേ അവൾ സ്കിന്നി ആയിരുന്നു, പിന്നെ ആണെങ്കിൽ കറുത്തിരുണ്ട കളറിലും ആയിരുന്നു. ഇനി നെക്സ്റ്റ് നോക്കാം, പിക്ക് ഔട്ട് ദ കോഡ് ദാറ്റ് ഡസ് നോട്ട് കൺവേ ദ സെയിം മീനിങ് ഓർ സിറ്റുവേഷൻ ആസ് ഫെയിലിംഗ് ഇൻ ദി എക്സാമിനേഷൻ ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദ വേൾഡ്. അപ്പം ഫെയിലിംഗ് ഇൻ ദി എക്സാമിനേഷൻ ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദ വേൾഡ് എന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കൺവേ ചെയ്യുന്ന മീനിങ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ശരിയായിട്ടുള്ള മീനിങ് എന്താണെന്നാണ് കേട്ടോ. ഇറ്റ്സ് ഡസ് നോട്ട് കൺവേ ദ സെയിം മീനിങ് ഓർ സിറ്റുവേഷൻ. അപ്പോൾ എന്താണ് ശരിയല്ലാത്തത് ആണ് കേട്ടോ, സോറി. അപ്പം ഓക്കെ, അപ്പോൾ ഏതാണെന്നാണ് താഴ്ന്ന് കൊടുത്തിരിക്കുന്നത് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഏതാണ് വേണ്ടത്, നിങ്ങൾ തന്നെ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇറ്റ്സ് എ ട്രാവലിംഗ് ടു അന്റാർട്ടിക്ക ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദ വേൾഡ് എന്നാണ്. അപ്പം ബാക്കിയൊക്കെ അതിന് മിസ്സിങ് യുവർ ട്രെയിൻ ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദി വേൾഡ്, ആൻഡ് ലോസിങ് യുവർ ജോബ് ഡസ് നോട്ട് ഹാവ് ടു ബി ദ എൻഡ് ഓഫ് ദ വേൾഡ്, ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി ദ എൻഡ് ഓഫ് ദി വേൾഡ് ഇഫ് ഇറ്റ് റെയിൻസ് ഓൺ ദി വെഡിങ്. അപ്പോൾ ഇതിൽ ഏതാണ് സി കാരണം, സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ട്രാവലിംഗ് ടു അന്റാർട്ടിക്ക ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദി വേൾഡ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്, ദ അതർ ഓപ്ഷൻസ് കമ്പയർ ഡിഫറെൻറ്റ് ഡിസപ്പോയിൻമെൻറ്റ്സ് ടു എംഫസൈസ് ദാറ്റ് ഫെയിലർ ഈസ് നോട്ട് ഫൈനൽ, whereas ഓപ്ഷൻ സി ഡസ് നോട്ട് കൺവേ സിമിലർ മെസ്സേജ് അല്ലേ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ബാക്കിയുള്ള ഓപ്ഷൻസ് ഡിസപ്പോയിൻമെൻറ്റ്സ് കൺവേ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർ കൂടാതെ എന്താണ്, ഫെയിലിയർ, ഒരു തോൽക്കുക എന്നത് ഒരു ഫൈനൽ ആയിട്ടുള്ള കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്, അത്തരത്തിലുള്ളൊരു മെസ്സേജ് അല്ല പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെക്ഷൻ എ എന്ന് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് വരുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് സെക്ഷൻ ബി ആണ്. നെക്സ്റ്റ് സെക്ഷൻ ബി എന്താണെന്ന് നോക്കാം. ഇത് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ്. അതായത് ടെക്സ്റ്റിലല്ലാത്ത വേറൊരു പുതിയൊരു പാസേജ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് അതെന്ന് ചോദിക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് കാര്യങ്ങൾ ഈ ഒരു പാസേജിൽ വരുന്നതെന്ന് നോക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാസേജ് 1-2 തവണ നിങ്ങൾ ഫൈനൽ എക്സാമിൻ്റെ ടേംസിൽ വായിച്ച് നോക്കേണ്ടതാണ് കേട്ടോ. അതിനുശേഷം മാത്രം ആൻസർ ചെയ്യാം. ഫസ്റ്റ് ചോദിക്കുന്നത്, ഹാവ് യു എവർ ഫെയിൽഡ് അറ്റ് സംതിങ് സോ മിസറബിളി ദാറ്റ് ദ തോട്ട് ഓഫ് അറ്റംപ്റ്റിംഗ് ടു ഡു ഇറ്റ് അഗെയിൻ വാസ് ദ ലാസ്റ്റ് തിങ് ഇൻ യുവർ മൈൻഡ്. എന്താണ് പറയുന്നത്, നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരു കാര്യത്തിൽ അത്ര ദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ടോ, കൂടാതെ അതിനെ വീണ്ടും ശ്രമിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിൽ അവസാനമായി കരുതേണ്ട കാര്യമായിരുന്നു എന്നാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ഇഫ് യുവർ ആൻസർ ഈസ് യെസ്, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ നോട്ട് എ റോബോട്ട്. നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങളൊരു യന്ത്രമല്ലെന്നത് മനസ്സിലാക്കുക. അതാണ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ നോട്ട് എ റോബോട്ട്. അൺലൈക്ക് റോബോട്ട്സ്, വി ഹ്യൂമൻ ബീയിങ്സ് ഹാവ് ഫീലിങ്സ്, ഇമോഷൻസ് ആൻഡ് ഡ്രീംസ്. അപ്പോൾ എന്താണ്, യന്ത്രങ്ങളിലുപരി അല്ലെങ്കിൽ യന്ത്രങ്ങളെക്കാൾ ആ ഒരു റോബോട്ടിനെ അപേക്ഷിച്ച് നോക്കുന്നതാണെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് വികാരങ്ങൾ, സ്വപ്നങ്ങൾ, അഭിലാഷങ്ങൾ എന്നിവയൊക്കെ ഉണ്ട് അല്ലേ. We are all meant to grow despite our circumstances and limitations. അപ്പം നമ്മളെങ്ങനെയാണ്, പരിസ്ഥിതികൾക്കും പരിമിതികൾക്കും അതീതമായിട്ട് വളരാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ.
flourishing and trying to make our dreams come true feels great when life goes our way. ഇപ്പം എന്താണ് നമ്മൾ പറയുന്നത്, ജീവിതം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകുമ്പോൾ വളർച്ചയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും ശ്രമിക്കുന്നതും വലിയ സന്തോഷം നൽകുന്നുണ്ട്. ബട്ട് വാട്ട് ഹാപ്പൻസ് വെൻ ഇറ്റ് ഡസ് നോട്ട്? വാട്ട് ഹാപ്പൻസ് വെൻ യു ഫെയിൽ despite all your hard work? Do you stay down and accept defeat, or do you get up again? If you have the tendency to preserve and keep going, then you have what experts call grit. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്ന അത്രയും ലൈൻസിൽ പറയുന്നത്? അതായത് നമ്മൾ അതിനായിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടും പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അതാണ് പറയുന്നത്. ബട്ട് വാട്ട് ഹാപ്പൻസ് വെൻ ഇറ്റ് ഡസ് നോട്ട്? ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നാം തോൽവി അംഗീകരിച്ച് താഴെ കിടക്കുമോ, അല്ലെങ്കിൽ വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമോ? അതാണ് നെക്സ്റ്റ് പറയുന്നത്. വാട്ട് ഹാപ്പൻസ് വെൻ യു ഫെയിൽ despite all your hard work? Do you stay down and accept defeat, or do you get up again? ഓക്കെ, നിങ്ങൾ വീണ്ടും ശ്രമിക്കാൻ ഉത്സാഹവും ക്ഷമയും, ഇതാണ് പെർസീവൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഉത്സാഹവും ക്ഷമയും ഉണ്ടെങ്കിൽ അതിനെ വിദഗ്ധർ ഗ്രിറ്റ് എന്നാണ് വിളിക്കുന്നതെന്നാണ് പറയുന്നത്. ഇഫ് യു ഹാവ് ദ ടെൻഡൻസി ടു പെർസീവ് ആൻഡ് കീപ് ഗോയിങ്, ദെൻ യു ഹാവ് വാട്ട് എക്സ്പേർട്സ് കോൾ ഗ്രിറ്റ്. ഓക്കെ, falling down or failing is one of the most agonizing, embarrassing and scary human experiences, but is also one of the most educational, empowering and essential part of living a successful and fulfilling life. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? താഴെ വീഴുകയാണെങ്കിലോ അല്ലെങ്കിൽ പരാജയപ്പെടുക എന്നിവ ഏറ്റവും വേദനാജനകവും അല്ലെങ്കിൽ ലജ്ജാവഹവുമായിട്ടുള്ള അഗണൈസിങ് ആൻഡ് എംബ്രൈസിങ് അല്ലെങ്കിൽ സ്കാരി ചെയ്യുന്നതാണ്. സ്കാരി ചെയ്യാന്ന് വെച്ചാൽ ഭയപ്പെടുത്തുന്നതുമാണ് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൽ അല്ലേ, അതിൻ്റെ മനുഷ്യാനുഭവങ്ങളാണ്. ഇനി എന്നാൽ അതേസമയം വിജയകരവും തൃപ്തികരവുമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനപരവും ശക്തികരവും ആവശ്യമുള്ള ഭാഗവുമാണ് വരുന്നത് അല്ലേ. But it's also one of the most educational, empowering and essential part of living as a successful and fulfilling life. അല്ലേ, ഏറ്റവും ഭാഗ്യകരമായിട്ടുള്ള ലൈഫ്, സക്സസ്ഫുൾ ലൈഫ് കിട്ടുക തന്നെയാണ് എസെൻഷ്യൽ പാർട്ട് വരുന്നത്. Did you know that perseverance is one of the 7 qualities that has been described as the key to personal success and betterment in society? അപ്പോൾ നിങ്ങൾക്ക് അറിയാമോ ഈ ഒരു പെർസീവൻസ് എന്ന് പറയുന്നത് 7 ക്വാളിറ്റിയിൽ ഏറ്റവും വൺ ഓഫ് ദ ക്വാളിറ്റി ആണെന്ന്. ആൻഡ് ഇതെന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? നമ്മുടെ പേഴ്സണൽ സക്സസ്സിന് അല്ലേ, പേഴ്സണൽ സക്സസ്സും കൂടാതെ സൊസൈറ്റിയുടെ സക്സസ്സും കൂടെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. വ്യക്തിപരമായിട്ടുള്ള വിജയവും കൈവരിക്കാനും സമൂഹത്തിൽ പുരോഗതി കൈവരിക്കാനും നമുക്ക് ഈ ഒരു ഗ്രിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന 7 ഗുണങ്ങളിൽ ഒന്ന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, and the other 6 are curiosity, gratitude, optimism, self control, social intelligence and zest. അപ്പം ബാക്കിയുള്ള 6 എന്താണ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഈസ് ക്യൂരിയോസിറ്റി അല്ലേ, നമുക്ക് ചില കാര്യങ്ങളോടുള്ള അറിവ്, അതിനോടുള്ള ആ ഒരു കാര്യം അറിയാനുള്ള ത്വരത, അങ്ങനെ പറയും ക്യൂരിയോസിറ്റി. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃതജ്ഞത. ഇനി ഒപ്റ്റിമിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശുഭാപ്തി വിശ്വാസം അല്ലേ. ഇനി സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രിക്കുന്നത്. സോഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് സെസ്റ്റ്. സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ സാമൂഹികപരമായിട്ട് ഇൻ്റലിജൻ്റ് ആവുന്ന ആ ഒരു ഇത്. ആൻഡ് സെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവേശം. ഓക്കെ, അപ്പം തോമസ് എഡിസൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഗ്രിറ്റ് ഫോർ ട്രൈങ് മോർ ദാൻ 1000 times ടു ഇൻവെൻറ്റ് ദി ലൈറ്റ് ബൾബ്. അപ്പം തോമസ് എഡിസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്തിന് ഉദാഹരണമാണ്? ഇറ്റ്സ് എക്സാമ്പിൾ ഓഫ് ഗ്രിറ്റ് അല്ലേ, ഗ്രിറ്റിന് ഉദാഹരണമാണ്. കാരണം എന്താണ് പറയുന്നത്? 1000ഓളം തവണ ഒരു ലൈറ്റ് ബൾബ് കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനം കണ്ടുപിടിച്ചു. അപ്പോൾ അദ്ദേഹം എന്തിന് എക്സാമ്പിളാണ്? ഗ്രിറ്റിന് ഉദാഹരണമാണ്. When asked why he kept going despite hundreds of failures, he merely stated that they had not been failures. There were hundreds of attempts towards creating light bulb. അപ്പം ഈ ഒരു ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കാൻ 1000 തവണ പരാജയപ്പെട്ടിട്ടും വീണ്ടും ശ്രമിച്ചിട്ടുണ്ടായിരുന്ന തോമസ് എഡിസണോട്
ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ. എന്തുകൊണ്ട് വെൻ ആസ്ക്ഡ് വൈ ഹി കെപ്റ്റ് ഗോയിങ്, എന്തുകൊണ്ടാണ് വീണ്ടും പരിശ്രമം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്, ഇലക്ട്രിക് ബൾബ് കണ്ടെത്താനുള്ള 100 കണക്കിന് ശ്രമങ്ങളായിരുന്നു അതെന്ന്. ഒരിക്കലും അതൊരു ഫെയിലിയർ അല്ല. അത്തരം എന്താണ് 1000 100 ഇറ്റ്സ് വേറെ ഹൺഡ്രഡ്സ് ഓഫ് 100 കണക്കിന് എന്താണ് ശ്രമങ്ങളാണത് വരുന്നത് അല്ലേ. ഒരിക്കലും അതിനെ ഫെയിലിയർ ആണെന്ന് കുറ്റപ്പെടുത്തരുത് എന്നാണ് ഇവിടെ തോമസ് ആൽവ എഡിസൺ പറയുന്നത്. ഇതാണ് പാസേജ് വരുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദി ഫോളോയിങ് സെൻറ്റൻസ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് സെൻറ്റൻസിൻ്റെ വരുന്നത്. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ, ഡാഷ് വാസ് ക്രിയേറ്റഡ് ആഫ്റ്റർ മെനി അറ്റംപ്റ്റ്സ്. ഏതോ ഒരു കാര്യം കുറേ അറ്റംപ്റ്റ്സിന് ശേഷം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എന്താണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, ദാറ്റ് ഈസ് ലൈറ്റ് ബൾബാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, നമുക്ക് ഇങ്ങനെ എഴുതാം, ലൈറ്റ് ബൾബ് വാസ് ക്രിയേറ്റഡ് ആഫ്റ്റർ മെനി അറ്റംപ്റ്റ് അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി നെക്സ്റ്റ് വരുന്നത്, ദ റീസൺ വൈ യു ആർ നോട്ട് എ റോബോട്ട് ഈസ് ബിക്കോസ്. നിങ്ങൾ റോബോട്ട് അല്ലാത്തതിന് കാരണം ഇതാണ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ആ കാരണം, ഈ ഒരു പാസേജിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. വി ഹാവ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്, ഹ്യൂമൻ ബീയിങ്സ് ഹാവ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്താണ് റോബോട്ടുകളല്ലാത്തത്. ഓക്കെ അല്ലേ. ഇനി തേർഡ് വരുന്നത്, തോമസ് എഡിസൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. തോമസ് എഡിസൺ എന്തിൻ്റെ എക്സാമ്പിളാണ്, ഞാൻ നേരത്തെ മുൻപേ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ചില കാര്യങ്ങൾ ഈ ഒരു പാസേജ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് അങ്ങനെ തന്നെ എഴുതിയെടുക്കാൻ പറ്റും. ചില ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, തോമസ് എഡിസൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഗ്രിറ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഇതേ കാരണം ഇവിടെ ഈ ഒരു പാസേജിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, തോമസ് എഡിസൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഗ്രിറ്റ്. അപ്പം അത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് നോക്കി എഴുതാം. ഓക്കെ, അപ്പം അത് അവിടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു പാസേജിൽ നിന്ന് ചൂസ് ദി കറക്റ്റ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പം ശരിയായത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റിലവൻറ്റ് ഫോർ ദ ടൈറ്റിൽ ഓഫ് ദി പാസേജ്. താഴെ തന്നിരിക്കുന്നതിൽ ഈ ഒരു കഥയുടെ ടൈറ്റിലായിട്ട് ഈ ഒരു പാസേജിൻ്റെ പാരഗ്രാഫിൻ്റെ ടൈറ്റിൽ അനുയോജ്യമായത് ഏതാണെന്നാണ്. ഒന്ന്, ഡ്രീം ഓൾവേസ് കം ട്രൂ. നമ്മുടെ സ്വപ്നങ്ങൾ എന്നാലും സാക്ഷാത്കരിക്കപ്പെടുമെന്നാണ്. ആൻഡ് ഹ്യൂമൻ വേഴ്സസ് റോബോട്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്, മനുഷ്യരും റോബോട്ടും. ആൻഡ് ഫോളിങ് ഡൗൺ ആൻഡ് ഗെറ്റിംഗ് അപ്പ്. തേർഡ് വരുന്നത് വീഴുകയും കൂടാതെ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നത്. ഫെയിലിയർ ആൻഡ് ഗ്രിറ്റ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അപ്പോൾ എന്താണ്, ഫെയിലിയർ ഉണ്ടാവും ആൻഡ് ഗ്രിറ്റ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഫെയിലിയറും ഗ്രിറ്റും എന്താണ്, രണ്ടും ഒരുമിച്ച് ഒരു കൈകോർത്ത് പിടിക്കുന്നവയാണെന്ന്. അതാണ് വരുന്ന ഓപ്ഷൻസ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും നല്ലത്, നമ്മളിപ്പോൾ ഗ്രിറ്റിനെ കുറിച്ച് പറഞ്ഞു, ഫെയിലിയറിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ഈ പാസേജിൽ ഇതാണല്ലേ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി തന്നെ അതൊന്ന് ചൂസ് ചെയ്യാം. കാരണം എന്താണ് അങ്ങനെ ചൂസ് ചെയ്യാൻ കാരണം, ദ പാസേജ് ഡിസ്കസ് ഹൗ പെർസീവൻസ് ലീഡ്സ് ടു സക്സസ് അല്ലേ, ഡെസ്പൈറ്റ് ദി ഫെയിലിയേഴ്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറായിട്ട് ഡി ചൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ ലൈൻ ഫോളിങ് down or failing is one of the most agonizing, embarrassing and scary human experience. അപ്പം ഈ ഒരു ലൈനിൽ നിന്ന് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിരിക്കുന്നത്? ഓപ്ഷൻ തന്നിരിക്കുന്നുണ്ട്. എ വരുന്നത് ഫോളിങ് ഡൗൺ മേക്ക് അസ് ആംഗ്രി അല്ലേ. നമ്മൾ താഴ്ചയിലേക്ക് വീഴുമ്പോൾ എന്താണ്, നമ്മളത് വല്ലാത്ത രീതിയിൽ ദേഷ്യപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത് വരുന്നത് ഫെയിലിയർ ക്യാൻ ഡീപ്ലി എഫക്റ്റ് അവർ ഇമോഷൻസ്. നമ്മൾ തോറ്റു പോയാൽ അത് നമ്മുടെ ഇമോഷൻസിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. സി വരുന്നത് നമ്മളെന്താണ് സ്റ്റേ പോസിറ്റീവായിട്ട് നിൽക്കും, കൂടാതെ ബി ഒപ്റ്റിമിസ്റ്റിക് അല്ലേ, ശുഭാപ്തി വിശ്വാസത്തോടെയും പോസിറ്റീവായിരിക്കും നിൽക്കുമെന്നാണ്. ബി വരുന്നത് സെൽഫ് കൺട്രോൾ ഈസ് എംപവറിങ്. ഇപ്പോൾ എന്താണ്, നമ്മൾ സ്വയം നിയന്ത്രിച്ച് നിൽക്കുന്നത് നമ്മളുടെ നല്ല രീതിയിലുള്ള ജീവിതത്തിന് അത് എംപവർമെൻറ്റ് നൽകുമെന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് വരുന്നത്? ദാറ്റ് ഈസ് ഫെയിലിയർ ക്യാൻ ഡീപ്ലി എഫക്റ്റ് അവർ ഇമോഷൻസ് ആണ്. അതായത് എന്താണ്, ഇറ്റ്സ് എ ഫോളിങ് ഡൗൺ ഓർ ഫെയിലിംഗ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് അഗനൈസിങ്
എംബറേസിങ് ആൻഡ് സ്കെയറി ഹ്യൂമൻ ബീയിങ്സ് അല്ലേ, നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു അഗനൈസിങ്, എംബറേസ് ചെയ്യുക, സ്കെയറി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതൊക്കെ നമ്മുടെ ഇമോഷൻസ് ആണല്ലേ. അപ്പം എന്താണ്, ഒരു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ, ഒരു തോൽവി ഉണ്ടാകുമ്പോൾ അത് നമ്മളെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം ഇവിടുത്തെ ഓപ്ഷൻസ് ഏതാ വരുന്നത്, അതിൽ ശരിയായിട്ടുള്ള ആൻസർ ഏതാ വരുന്നത്, ദാറ്റ് ഈസ് ഫെയിലിയർ ക്യാൻ ഡീപ്ലി എഫക്റ്റ് അവർ ഇമോഷൻസ് ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദ ഫോളോയിങ് കോണ്ടെക്സ്റ്റ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൻ്റെ ടോൺ എന്താണെന്നാണ് പറയുന്നത്. ഫോളിങ് ഡൗൺ ഓർ ഫെയിലിംഗ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എഡ്യൂക്കേഷൻ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആൻഡ് എംപവറിങ് ആൻഡ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ലിവിങ് ആ സക്സസ്ഫുൾ ആൻഡ് ഫുൾഫില്ലിംഗ് ലൈഫ്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടോൺ എന്താണെന്ന്, കോണ്ടെക്സ്റ്റിൻ്റെ ടോൺ എന്താണ്, അത് ഏത് രീതിയിലാണ് കൺവേ ചെയ്യുന്നതെന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഹ്യൂമറസ് അല്ലേ, ഹ്യൂമറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, തമാശ രൂപേണുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഒപ്റ്റിമിസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മറ്റേ ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ അല്ലേ. ഹൊറിഫൈങ്, നമ്മളെ പേടിപ്പെടുത്തുന്നത്. സോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഗംഭീരമായിട്ടുള്ള ആഘോഷപൂർണ്ണമായിട്ടുള്ള എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള കോണ്ടെക്സ്റ്റ്, ഇതിൽ പറയുന്ന അർത്ഥം എന്താണ്, ദാറ്റ് ഈസ് ഒപ്റ്റിമിസ്റ്റിക് അല്ലേ. നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ തന്നെ നിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാസേജിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ് അല്ലേ. അത്രയും നമ്മൾ ഈ ഒരു പാസേജിൽ ഏതാണ് വരുന്നത്, ബട്ട് ഇറ്റ് ഓൾസോ വൺ ഓഫ് ദ മോസ്റ്റ് എഡ്യൂക്കേഷണൽ എംപവറിങ് ആൻഡ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ലിവിങ് എ സക്സസ്ഫുൾ ആൻഡ് ഫുൾഫില്ലിംഗ് ലൈഫ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടു ബി എ ഒപ്റ്റിമിസം വേണ്ടിയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് ഒപ്റ്റിമിസത്തിനെ കുറിച്ച് പറയുന്നത്. ദാറ്റ് ആർ ദി ബേസിക് നീഡ്സ് ഓഫ് ദാറ്റ്. ഇനി നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെ തന്നെ ഒരു പാസേജ് ആണ്. അപ്പോൾ പെട്ടെന്നൊന്ന് പാസേജ് വായിച്ചു നോക്കാം. Individuals together form a society. Any form of substance abuse does not affect the individual alone but adversely affects his family, friends and thereby the society as well. അപ്പോൾ എന്താ പറയുന്നത്, അപ്പം കുറച്ചധികം ആളുകൾ ചേർന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വ്യക്തികൾ ഒരുമിച്ചാണ് ഒരു സൊസൈറ്റി ഫോം ചെയ്യുന്നത്. ഇനി ആ വ്യക്തികൾ എനി ഫോം ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസ്, അതായത് മയക്കുമരുന്ന്, ഏത് രീതിയിലുള്ള മയക്കുമരുന്നാണെങ്കിലും ഇറ്റ്സ് നോട്ട് അഫക്ട് ദി ഇൻഡിവിജ്വൽ, ഇറ്റ്സ് ഡസ് നോട്ട് അഫക്ട് ദി ഇൻഡിവിജ്വൽ എലോൺ അല്ലേ. അതൊരു വ്യക്തിയെ മാത്രമായിട്ടല്ല എഫക്റ്റ് ചെയ്യുന്നത്, ബട്ട് ഇറ്റ് അഡ്വേഴ്സ്ലി അഫക്ട് ഫാമിലി, അവരുടെ ഫാമിലിയെയും ഫ്രണ്ട്സിനെയും കൂടാതെ ആ ഒരു സമൂഹത്തെയും ഇത് ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ചിൽഡ്രൻ ഓഫ് പാരൻസ് അഡിക്റ്റഡ് ടു ഡ്രഗ്സ് ആർ നെഗ്ലക്റ്റഡ് ആൻഡ് അബ്യൂസ്ഡ്. അതായത് എന്താണ്, ഡ്രഗിന് അഡിക്റ്റഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ മക്കൾ അവരെന്താണ്, അവർ നെഗ്ലക്റ്റ് ചെയ്യപ്പെടും, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും കൂടാതെ അബ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ദിസ് ലിവ്സ് എ ഡീപ്പ് ഇമോഷണൽ സ്കാർ ഇൻ ദം ആൻഡ് ലീഡ്സ് ടു ഡിസോർഡർ ലൈക്ക് ആൻസൈറ്റി, ഫോബിയ, അണ്ടർ കോൺഫിഡൻസ് ആൻഡ് ഡിപ്രഷൻ. അപ്പോൾ ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടലും കൂടാതെ ഇങ്ങനെ ചൂഷണവും അബ്യൂസ് ചെയ്യുന്നത് എന്തിന് അവരിൽ എന്ത് കാരണം ഉണ്ടാക്കുന്നുണ്ട്, ഇറ്റ്സ് ലീഡ്സ് ടു ഡിസോർഡർ അല്ലേ. അവർക്ക് ഡിസോർഡേഴ്സ് വരാൻ. അപ്പം ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്, ആൻസൈറ്റി അല്ലേ, മാനസിക പിരിമുറുക്കം വരുന്നത്, ഫോബിയ, സംതിങ് ലൈക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഫോബിയാസ്, പിന്നെ അണ്ടർ കോൺഫിഡൻസ് അല്ലെ, കോൺഫിഡൻസ് ഇല്ലായ്മ, ഡിപ്രഷനിലേക്ക് വരെ അവർ തള്ളപ്പെടുന്നുണ്ട്. യൂത്ത് ഇൻവോൾവ്ഡ് ഇൻ ഡ്രഗ് അബ്യൂസ് മോസ്റ്റ്ലി ഇൻഡൾജ് ഇൻ അൺലോഫുൾ ആക്ടിവിറ്റീസ് സച്ച് എസ് തെഫ്റ്റ്, വയലൻസ് ആൻഡ് റോഡ് റേജ് വിച്ച് ഹാസ് നെഗറ്റീവ് എഫക്ട്സ് ഓൺ ദി സൊസൈറ്റി ദേ ഗ്രോ അപ്പ്. അപ്പോൾ എന്താണ്, ഈ യുവാക്കൾ ഡ്രഗ് അബ്യൂസിൽ, മയക്കുമരുന്നിൽ ഉൾപ്പെടുന്ന യുവാക്കൾ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ, അൺലോഫുൾ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നുണ്ട്. സച്ച് എസ് തെഫ്റ്റ് അല്ലേ, കളവ് ചെയ്യുന്നത്, പിന്നെ വയലൻസ് അല്ലേ, വയലൻസ് ചെയ്യുന്ന അറിയാമല്ലോ, കൂടുതലായിട്ട് ആക്രമകാരികളാവുന്നത്, പിന്നെ റോഡിലൂടെയുള്ള റേഷ് കാര്യങ്ങൾ ആൻഡ് വിച്ച് ഹാസ് നെഗറ്റീവ് എഫക്ട്സ് അല്ലേ. അത് സമൂഹത്തെ ഏത് രീതിയിലാണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അവർ വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. ദേ കനോട്ട് പോസിറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. ഡ്രഗ് അബ്യൂസ് ഇസ് പ്രെവലൻറ്റ് അക്രോസ് ഓൾ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. അപ്പം ഈ ഒരു ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു സൊസൈറ്റിയിൽ, സമൂഹത്തിൽ താമസിക്കുന്ന എല്ലാവരിലും കൂടുതൽ കാണപ്പെടുന്നുണ്ട് അല്ലേ. അത് താഴെ തട്ടിലെന്നവ ഇല്ല, മുകളിലുള്ളവർ എന്ന ഇല്ല, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഡ്രഗ്.
ഇനി റിച്ച് ഫാമിലി ആണെങ്കിൽ ദ റിച്ച് ആർ മെയിൻലി ഇൻവോൾവ്ഡ് ഇൻ യൂസ് ഓഫ് ഡ്രഗ്സ് സച്ച് എസ് മരിജുവാന, ഹെറോയിൻ ആൻഡ് അതർ സബ്സ്റ്റൻസസ് വിച്ച് ആർ എക്സ്പെൻസീവ്. അപ്പം എന്താണ്, എല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യമാണ് മയക്കുമരുന്ന് അല്ലേ ഇപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്, മരിജുവാന, ഹെറോയിനും കൂടാതെ മറ്റു മയക്കുമരുന്നുകളാണ്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ദേ ഡു ഇറ്റ് മെയിൻലി ടു ഗെറ്റ് എ ഫീലിംഗ് ഓഫ് ഹൈ. അപ്പോൾ ഇത് എന്തിനാണ് അവർ ചെയ്യുന്നത്, കാരണം അവരുടെ ഉള്ളിൽ ഉയർന്ന മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഈ ഒരു ഇത്തരത്തിലുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. ദ സ്ട്രീറ്റ് ചിൽഡ്രൻ ആർ അഡിക്റ്റഡ് ടു സ്മോക്കിംഗ്. അപ്പം നമ്മൾ പറഞ്ഞു റിച്ച് ആയിട്ടുള്ള ഫാമിലീസ് മാത്രമല്ല താഴേക്കിടയിലുള്ള മനുഷ്യന്മാരും ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ഈ ഒരു സ്ട്രീറ്റിലുള്ള ചിൽഡ്രൻസ് എങ്ങനെയാണ് അഡിക്റ്റ് ചെയ്യുന്നത്, അവർ സ്മോക്ക് ചെയ്യുമ്പോൾ, പുക വലിക്കുമ്പോൾ, ഇല്ലിസിറ്റ് ലിക്വേഴ്സ് അല്ലേ, നമ്മുടെ മദ്യപിക്കുമ്പോൾ, അതൊക്കെ പിന്നെയാണെങ്കിൽ ആൻഡ് ഇൻ ദി സ്മെല്ലിംഗ് ഓഫ് ഗം അല്ലേ, പശ സ്മെല്ല് ചെയ്യുമ്പോൾ, അതിൻ്റെ ഗന്ധം ശ്വസിക്കുമ്പോൾ, പശ മാത്രമല്ല പെയിൻറ്റ്സ്, പിന്നെ നമ്മുടെ പെട്രോൾ തുടങ്ങിയിട്ടുള്ള ഫ്യൂവൽസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ അതിൻ്റെ സ്മെല്ലൊക്കെ കിട്ടുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ സ്മെല്ലിംഗ് ഓഫ് ദീസ് ടോക്സിക്കൻസ് ഹെൽപ്സ് ദം ടു ഓവർകം ഹങ്കർ പാൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്മെല്ല് ചെയ്യുന്നതോടുകൂടെ ഇവരുടെ ഉള്ളിലുള്ള വിശപ്പ് അവർക്ക് മാറി കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു പാസേജിൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു പാസേജിൻ്റെ അണ്ടറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എന്ത് ചെയ്തേണ്ടത്, ട്രൂ ആണോ ഫോൾസ് ആണോ എന്നായിട്ടാണ്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ട്രൂ ആണോ ഫോൾസ് ആണോ ബേസ്ഡ് ഓൺ ദിസ് പാസേജ്, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഫസ്റ്റ് നോക്കാം നമുക്ക്. സബ്സ്റ്റൻസ് അബ്യൂസ് ഡസ് നോട്ട് അഫക്ട് ദി ചിൽഡ്രൻ. അപ്പോൾ ഇതിലെന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, നമ്മുടെ മയക്കുമരുന്ന് ഉപയോഗം ഒരു ഇൻഡിവിജ്വലിനെ, ഒരാളെ സ്വാധീനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ല അല്ലേ, തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ ഒരു പാസേജിൽ തന്നെ ഫസ്റ്റായിട്ട് തന്നെ പറയുന്നു ദ സബ്സ്റ്റൻസ് അബ്യൂസ് ഡസ് നോട്ട് അഫക്ട് ദി ഇൻഡിവിജ്വൽ അലോൺ അല്ലേ, ഇൻഡിവിജ്വലിനെ അലോൺ മാത്രമല്ല ഒറ്റയ്ക്കല്ല ബാധിക്കുന്നത്. അപ്പോൾ അവിടെ അർത്ഥം എന്താ വരുന്നത്, അവിടെ ഇൻഡിവിജ്വലിനെയും ബാധിക്കുന്നുണ്ട് കൂടാതെ ബാക്കിയുള്ള സൊസൈറ്റീനെയും കൂടെയാണ്. അപ്പോൾ ഇതെന്താണ്, ഇത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്താ ജസ്റ്റ് ഫോൾസ് എന്ന് എഴുതിയാൽ മാത്രം മതി. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ചിൽഡ്രൻ യൂഷ്വലി നെഗ്ലക്റ്റഡ് ആൻഡ് അബ്യൂസ്ഡ് ബൈ ദെയർ പാരൻസ് ആർ പ്രോൺ ടു ഡ്രഗ് അഡിക്ഷൻ. അപ്പോൾ എന്താണ്, ഈ ഒരു ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ കുട്ടികളെ സമൂഹത്തിൽ നിന്ന് എന്താണ് നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അപ്പോൾ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, ചൂഷണത്തിന് വിധേയമാകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരും എന്തിലേക്ക് പോകുന്നുണ്ട്, ഡ്രഗ് അഡിക്ഷനിലേക്ക് പോകുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള കാര്യമാണോ? യെസ്, ഇറ്റ്സ് ട്രൂ അല്ലേ, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പാസേജിൽ അത് പറയുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് യൂത്ത് ഇൻവോൾവ്ഡ് ഇൻ ഡ്രഗ് അബ്യൂസ് യൂഷ്വലി ഡസ് ഇൻഡൾജ് ഇൻ തെഫ്റ്റ്. അപ്പോൾ എന്താണ്, യുവാക്കൾ, ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന യുവാക്കൾ മോഷണത്തിന് വിധേയമാകുന്നുണ്ടെന്നാണ്. അത് ശരിയായിട്ടുള്ള കാര്യമാണോ? യെസ്, ഇറ്റ്സ് ട്രൂ അല്ലേ. മോഷണത്തിന് പറയുന്നില്ല ഇവിടെ, ഇതാ സച്ച് എ തെഫ്റ്റ്, ഇൻഡൾജ് ഇൻ അൺലോഫുൾ ആക്ടിവിറ്റീസ് സച്ച് എസ് തെഫ്റ്റ്. അപ്പോൾ ഇത് ഈ ഒരു പാസേജിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ട്രൂ ആണെന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഡ്രഗ് സബ്സ്റ്റൻസ് ഈസ് വെരി ചീപ്പ്. അപ്പോൾ ഡ്രഗ് സബ്സ്റ്റൻസ് വെരി ചീപ്പാണെന്നാണ് പറയുന്നത്. ആണോ? അല്ല അല്ലേ, ഇറ്റ്സ് എ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ്സ് ടു എക്സ്പെൻസീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വിച്ച് ആർ ടു എക്സ്പെൻസീവ്. അപ്പം എന്താണ്, അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള തിങ് ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ ഗ്രോ അപ്പ് ആസ് കോൺഫിഡൻറ്റ് ഇൻഡിവിജ്വൽ. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്, നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്ന ചിൽഡ്രൻസ് അവർ നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് മാറുന്നുണ്ടെന്നാണ്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇത് ഒരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് അല്ലേ. കാരണം ഇങ്ങനെ അബ്യൂസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യുന്ന ചിൽഡ്രൻസ് neglect and abused. This leaves a deep emotional scar in them and leads to disorder like anxiety, phobia, underconfidence. അപ്പോൾ ഈ ഒരു ലൈൻ പറയുന്നുണ്ട് അല്ലേ, ഇങ്ങനെ നെഗ്ലക്റ്റ്, സമൂഹത്തിൽ നെഗ്ലക്റ്റ് ചെയ്യപ്പെടുകയും അബ്യൂസ് ചെയ്യപ്പെടുന്ന ഈ ഒരു കുട്ടികൾ എന്താണ്, അവർക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ട്, ആൻസൈറ്റി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫോൾസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. യൂത്ത് ഇൻവോൾവ്ഡ് ഇൻ ഡ്രഗ് അബ്യൂസ് ആർ ഇൻവോൾവ്ഡ് ഇൻ നോബൽ ഡീഡ്സ് ആൻഡ് ആക്ട്സ് ഓഫ് കമ്പേഷൻ. അപ്പോൾ ഇതെന്താണ്, ഈ ഒരു
ഡ്രഗ് അബ്യൂസിൽ ഇൻവോൾവ് ചെയ്യപ്പെടുന്ന യുവാക്കൾ, ഇറ്റ്സ് നോബിൾ ഡീഡ്സ് ആൻഡ് ആക്ട്സ് ഓഫ് കമ്പേഷൻ അല്ലേ? അതുണ്ടോ? ഇത് ഫോൾസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ഇവർ കൂടുതലായിട്ട് നോബിൾ ഡീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രവൃത്തികളല്ല ചെയ്യുന്നത് അല്ലേ? ഇവരെന്തിനാണ് കൂടുതൽ ലൈക്ലി ടു എൻഗേജ് ഇൻ ക്രിമിനൽ ആക്ടിവിറ്റീസിലാണ്. നോട്ട് നോബിൾ ഡീഡ്സ്. നല്ല പ്രവൃത്തികളിലല്ല അവർ പോകുന്നത്, അവർ ക്രിമിനൽ ആക്ടിവിറ്റീസിലാണ് യുവാക്കൾ ഡ്രഗ് അബ്യൂസ് ചെയ്യുന്ന ഡ്രഗ് യൂസ് ചെയ്യുന്ന ഈ ഒരു യുവാക്കൾ പോകുന്നത് ക്രിമിനൽ ആക്ടിവിറ്റീസിലാണ്. അപ്പോൾ ഇതൊരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സെക്ഷനിൽ. ഇനി നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് സെക്ഷൻ സിയും ഡിയും ആണ് കേട്ടോ.